വന്നില്ലെങ്കിലും ഒരു ചെറിയ താമസം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് പിന്നെ സണ്ണി വക്കീൽ ഇതിനെക്കുറിച്ച് ഈ വിഷയത്തെക്കുറിച്ച് വളരെ ആധികാരികമായി പഠിച്ച ഒരാളാണ്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അദ്ദേഹം തന്നെ പറയും. ഞാനൊരു ജനറൽ പൊളിറ്റിക്സ് പറയാം. ആദ്യത്തെ എൻ്റെ പ്രതികരണം എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജോസഫ് ഫൈൻ ഇന്നലെ നടത്തിയ പരാമർശം ഈ നാടിനെ സ്തംഭിപ്പിച്ചിരിക്കുകയാണ്. ഒരു മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ ഈ രീതിയിൽ ഇവിടെ കോടതിയും എന്താ വാക്കിന്റെ അർത്ഥം അവർ മനസ്സിലാക്കിയിട്ടാണോ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അവരങ്ങനെ ഒരു ബുദ്ധിയില്ലാത്തൊരു കേളാണ്, ഒരു ലേഡിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ പറഞ്ഞ വാക്കിന്റെ അർത്ഥം അവർക്ക് മനസ്സിലായോ എന്ന് ഞാൻ ഇപ്പോഴും ശ്രമിക്കുന്നു. പാർട്ടിയാണ് ഗവൺമെന്റ്, പാർട്ടിയാണ് പോലീസ് എന്നാ പറഞ്ഞത്, പാർട്ടിയാണ് ഇത് തീരുമാനിക്കുന്നത് എന്നാ പറഞ്ഞത്. അന്വേഷിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്. പാർട്ടിയാണ് കോടതി, പാർട്ടിയാണ് പോലീസ് എന്ന് പറഞ്ഞാൽ ഈ അമ്മയുടെ ധാരണ എന്താണ് എന്ന് എനിക്ക് തിരിഞ്ഞിട്ടില്ല. കേരളത്തിൽ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന ഒരു സർക്കാർ ഉണ്ടെന്നുള്ള ബോധം ലെവലേശം ആ മനസ്സിലുണ്ടായിരുന്നുവെങ്കിൽ ഇത്രയും വലിയൊരു വിവരക്കേട് പച്ചയായി മാധ്യമങ്ങളുടെ മുമ്പിൽ വിളമ്പാൻ മറ്റാർക്കും സാധിക്കില്ല, ജോസഫ് ഫൈൻ ഒഴിച്ചിട്ടു. അവരിയ്ക്കുന്ന കസേരയുടെ മഹത്വം മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഈ ഇത്രയും കാലമായിട്ട് അതിന്റെ അന്തസ് എന്താണെന്ന് മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അവരെ കയ്യിലിരിക്കുന്ന ആയുധത്തിന്റെ പവിത്രതയെ കുറിച്ച് അദ്ദേഹത്തിന് അവർക്ക് ബോധ്യമില്ല. അവർ തറ രാഷ്ട്രീയമാണ് കളിക്കുന്നത്, തറ രാഷ്ട്രീയമാണ് സംസാരിക്കുന്നത്, തറ രാഷ്ട്രീയമാണ് പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ ആവശ്യപ്പെടുന്നു, മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സന്റെ മഹത്തായ കസേരയിൽ നിന്ന് അവരെ ഇറക്കി വിടണം, അല്ലെങ്കിൽ അവർ ഇറങ്ങി പോകണം. വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അവർ ഇറങ്ങി പോകണം, അല്ലെങ്കിൽ അവർ ഇറക്കണം. ഈ കേരളത്തിന് അപമാനമാണ് ഇത്തരം ഒരു വനിതാ കമ്മീഷൻ. ഈ രാജ്യത്തെ സഹോദരിമാർ അഭിമുഖീകരിക്കുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും അടിമത്തവും അതിനറുതി വരുത്താൻ പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിക്കേണ്ടുന്ന ഒരു സ്ഥാപനത്തിന്റെ അധ്യക്ഷ ഇത്രയും തറ ഭാഷയിൽ ഇത് പാർട്ടിയാണ് കോടതി, പാർട്ടിയാണ് പോലീസ് എന്ന് പറഞ്ഞത് ഈ നാടിന്റെ സംസ്കാരത്തിനും പൈതൃകത്തിനും ജനാധിപത്യ മൂല്യത്തിനും അപമാനമാണ്. മഹത്തായ സ്ഥാനത്തിന്റെ മഹിമ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ജോസഫ് ഫൈൻ ഇറങ്ങിപ്പോകണം, അല്ലെങ്കിൽ അവരെ ഇറക്കണം എന്ന് ഞാൻ ആമുഖമായി ആവശ്യപ്പെടുക. രണ്ടാമത്തത്, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ചർച്ചാ വിഷയമായി നിൽക്കുന്ന മണൽ കൊള്ളയാണ്. നിങ്ങൾക്കറിയാം, അത് കണ്ണൂരിൽ നിന്നാണ് തുടങ്ങിയത്. അപ്പൊ ശരിക്കും കണ്ണൂരിൽ നിന്ന് തുടങ്ങി പമ്പയിലേക്ക് ഇത് എത്തുമ്പോ ഒരു ഡ്രീം പ്രൊജക്റ്റാണ് ഇടതുപക്ഷത്തിന്റെ. ഒരു പരിപാടി, ഒരു സർക്കാർ ആസൂത്രണം ചെയ്ത ഒരു പ്രൊജക്റ്റാണ് ഇത് എന്നാണ് എന്റെ പക്ഷം. ഇവിടെ ഞങ്ങൾ ആദ്യം കണ്ണൂർ വന്നപ്പോൾ ഞങ്ങൾ ധരിച്ചത് കണ്ണൂർ ലോബിയുടെ ഒരു ഇന്റർഫിയറൻസ് കൊണ്ട് CPM-ന്റെ സൊസൈറ്റിയുടെ പേരിൽ മണൽ നീക്കി പണം ഉണ്ടാക്കാനുള്ള ഒരു തത്രപ്പാടും ഒരു പദ്ധതിയുമായിരുന്നു എന്നാണ്. പക്ഷേ പമ്പ കൂടി വന്നപ്പോ അതല്ല. പമ്പയിൽ ഇൻവോൾവ് ചെയ്ത ആളുകൾ ആരൊക്കെ എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയാണ്, ചീഫ് സെക്രട്ടറിയാണ്, DGP ആണ്, ഉന്നത ഉദ്യോഗസ്ഥന്മാരും മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് നടന്ന ഒരു കൊള്ളയായിട്ടാണ് ഞാനിതിനെ നോക്കിക്കാണുന്നത്. അല്ലെങ്കിൽ ആ വനം വകുപ്പിന്റെ ആണത്വമുള്ള സെക്രട്ടറി ആ നടപടി അവിടെ നിർത്തിവെച്ചപ്പോ, സർക്കാരിന്റെ നടപടി നിർത്തിവെച്ചപ്പോ ഇത്രയും പ്രകോപനപരമായി മുഖ്യമന്ത്രി പ്രതികരിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. അത് ചെയ്യും, അത് ചെയ്യാനുള്ള അവകാശമുണ്ട് എന്ന് ധിക്കാരത്തോടെ സ്വതസിദ്ധമായ ഭാഷയിൽ അദ്ദേഹം പ്രതികരിച്ചപ്പോ ആ പ്രതികരണത്തിന്റെ അകത്ത് ഒളിഞ്ഞു നിന്നത് അദ്ദേഹത്തിന്റെയും കൂടെ അറിവും സമ്മതവും പങ്കാളിത്തത്തോടെയാണ് ഈ മണൽ കൊള്ളക്ക് രൂപം കൊടുത്തത് എന്നാണ്. ഞാൻ CPM-ന്റെ പല നേതാക്കന്മാരുമായൊക്കെ സംസാരിക്കുന്ന ബന്ധങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് മനസ്സിലായത് ഇതൊരു വടക്കൻ ലോബിയുടെ, കണ്ണൂർ ലോബിയുടെ മാത്രം ഒരു കിടൻ അജണ്ടയാണ്. അതിന് നമ്മുടെ ഗോവിന്ദന്റെ TK ഗോവിന്ദന്റെ കേരള ക്ലേസ് ആൻഡ് സെറാമിക് പ്രോഡക്ട്സ് അതിനെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു കൊള്ളയാണ്. പാവം ഗോവിന്ദൻ ഇത് എന്താണെന്ന് തിരിഞ്ഞിട്ടില്ല.
ഈ പറയുന്ന കേരള ക്ലേസ് ആൻഡ് സെറാമിക്സ് എന്ന് പറയുന്നത് നിശ്ചലമായ ഒന്നും ചെയ്യാത്ത ഒരു സ്ഥാപനമാണ് ഇന്ന്. അവർക്ക് ഒരു എക്സ്പെർട്ടൈസും ഇല്ല. പൂഴി വാരാനോ പൂഴി മാർക്കറ്റ് ചെയ്യാനോ ഇതിനൊന്നും അവർക്കൊരു എക്സ്പെർട്ടൈസും ഇല്ല. ഗോവിന്ദനാണെങ്കിൽ ഇതിനെ കുറിച്ചൊന്നും ഒരു ഗ്രാഹ്യമുള്ള രാഷ്ട്രീയ നേതാവല്ല. പിണറായി വിജയൻ ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്ന ഒരു വ്യക്തിയാണ് ഗോവിന്ദൻ. ഗോവിന്ദൻ അവിടെ നിന്ന് ഒരു തിട്ടൂരം കിട്ടിയാൽ അതിന് വീട് ഭരിക്കുന്ന വ്യക്തിയാണ് ഗോവിന്ദൻ. അദ്ദേഹം പത്രക്കാരോട് എന്താ പറഞ്ഞത്? ഈ ചെടിയും മണലും ഒക്കെ വാരാൻ ഞങ്ങളെ ഏൽപ്പിച്ചാൽ ആ മണൽ നിങ്ങൾ വാരണ്ടേ? ആ മണൽ നിങ്ങൾക്ക് അവകാശപ്പെട്ടതല്ലേ എന്ന് ചോദിക്കുന്ന ഒരു ചെയർമാൻ ഈ സംസ്ഥാനത്ത് മറ്റേതെങ്കിലും പ്രസ്ഥാനത്തിനുണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിന്റെ വകതിരിവില്ലായ്മ ബുദ്ധിയില്ലായ്മ മുതലെടുത്തുകൊണ്ടാണ് ഈ കൊള്ളക്ക് അവർ പ്ലാൻ ചെയ്തത് എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഒരു സംസ്ഥാന സർക്കാരിന്, കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക്, കേരളത്തിന്റെ ചീഫ് സെക്രട്ടറിക്ക് മണലും കടലും കാടും പുഴയും മണലും അത് വനസമ്പത്താണ്. ആ വനസമ്പത്ത് തൊട്ട് കളിക്കാൻ ഈ സംസ്ഥാനത്തെ ഗവൺമെന്റിന് അധികാരമുണ്ടോ? വനവും വനസമ്പത്തും അതിന്റെ കസ്റ്റോഡിയൻ മാത്രമാണ് സംസ്ഥാന സർക്കാർ. അതിന്റെ അധികാരങ്ങളൊക്കെ അങ്ങ് ദൂരെ അകലെ കിടക്കുകയാണ്. ഇപ്പൊ അതിന്റെ ഒരു പരമാവധി അതിന്റെ അധികാരി എന്ന് പറയുന്നത് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലാണ്. കേന്ദ്ര സർക്കാരിന്റെ കീഴിലാണ്. ജഡ്ജിമാരടങ്ങുന്ന ഒരു ട്രിബ്യൂണലാണത്. അവരാണ് ഇതിന്റെ പരമാധികാരി. അവരുടെ റെപ്രസെന്റേറ്റീവ് 4 സെക്ടറായി ഈ ഇന്ത്യ രാജ്യത്തെ ഫോറസ്റ്റ് ഭരിക്കുക. നമ്മുടെ സെക്ടർ ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ CCF ഉണ്ട്, അദ്ദേഹത്തിന്റെ കീഴിലാണ് ഇവിടുത്തെ എല്ലാം. ഈ സംസ്ഥാന സർക്കാർ വിചാരിച്ചാൽ കാട്ടിലൂടെ ഒരു ഇലക്ട്രിക് ലൈൻ വലിക്കാൻ പറ്റുമോ? ഈ കാട്ടിലൂടെ ഒരു റോഡ് വെട്ടാൻ പറ്റുമോ? മേലെ ട്രിബ്യൂണലിൽ നിന്ന് പെർമിഷൻ വേണം, എങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. ഇത് അറിയാത്ത ആളാണോ പിണറായി? ഇത് അറിയാത്ത ആളാണോ നമ്മുടെ സെക്രട്ടറി, ചീഫ് സെക്രട്ടറി? ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് നിയമത്തിന്റെ വ്യാപകമായ വയലേഷൻ, കൊള്ളയടിച്ച് പണമുണ്ടാക്കാനുള്ള ആർത്തി, അതിന് തെരഞ്ഞെടുത്ത സമയം കൊറോണയിലും കോവിഡിലും ഭയാശങ്കരായി ജീവിതം മറന്നു നിൽക്കുന്ന ഒരു സമൂഹത്തിന്റെ മുൻപിൽ ഈ കാലഘട്ടം ആരും ഇത് ശ്രദ്ധിക്കില്ലെന്നാണ് കഴിഞ്ഞത്. കൊറോണയുടെ ഭയാശങ്ക, കൊറോണയെ സംബന്ധിച്ചും ഇതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ചും ആലോചിച്ച് മനസ്സുണ്ടാക്കുന്ന, വരുമാനമില്ലാതെ പട്ടിണി കിടക്കുന്ന, രോഗം ചികിത്സിക്കാൻ സാധിക്കാത്ത, ഡയാലിസിസ് ചെയ്യാൻ സാധിക്കാത്ത രോഗികൾ, വരുമാനമില്ലാത്ത തൊഴിലാളികൾ, അങ്ങനെ ഒരു നിശ്ചലമായ ഒരു സമൂഹത്തിന്റെ കോവിഡിന്റെ കാലഘട്ടത്തിൽ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഈ കൊള്ളയടിക്കാനുള്ള പദ്ധതി ഉണ്ടാക്കിയത് മുഖ്യമന്ത്രിയുടെ പൂർണ്ണ അറിവോടെയാണെന്ന് ഞാൻ ആലോചിക്കുന്നു. അല്ലായിരുന്നുവെങ്കിൽ ഈ നടപടി താൽക്കാലികമായി ഫോറസ്റ്റ് സെക്രട്ടറി മരവിപ്പിച്ചപ്പോ ഒരിക്കലും നാടിന്റെ പൊതുസമ്പത്ത് സംരക്ഷിക്കാൻ താല്പര്യമുള്ള ഒരു മുഖ്യമന്ത്രിയുടെ നാവിൽ നിന്ന് വരേണ്ടുന്ന ഭാഷയല്ല പ്രതികരണമായി വന്നത് എന്ന് കേരളത്തിലെ ജനങ്ങൾ കണ്ടതാണ്. ക്ഷുഭിതരായിട്ടാണ് അദ്ദേഹം പ്രതികരിച്ചത്. അപ്പോ അദ്ദേഹം അറിയാതെ ആവാൻ സാധ്യതയില്ല. റിട്ടയർമെന്റിന്റെ തലേനാൾ മുഖ്യമന്ത്രിയെ പോലെ ഒരാൾ നിർദ്ദേശം കൊടുക്കാതെ ഒരു ചീഫ് സെക്രട്ടറി ഒരു വിമാനം എടുത്ത് ഇതിന്റെ പരിസര വീക്ഷണം നടത്താൻ പോയി എന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു മാലോകർക്ക് ഒരു അത്ഭുതമല്ലേ? നാളെയാണ് റിട്ടയർമെന്റാ. ഇന്നാണ് അദ്ദേഹം പോയി റിപ്പോർട്ട് ഉണ്ടാക്കുന്നത്. ആരെങ്കിലും മുഖ്യമന്ത്രി അല്ലാത്ത ഒരാള്, മുഖ്യമന്ത്രി താഴെ അല്ലാത്ത ഒരാള് പറയാതെ ഒരു ചീഫ് സെക്രട്ടറി ആ പ്രവൃത്തിക്ക് തുനിയോ? സാഹചര്യങ്ങളും തീരുമാനങ്ങളും പ്രവൃത്തിയും മുഖ്യമന്ത്രിയുടെ ഇൻവോൾവ്മെന്റ് അടിവരയിട്ട് തെളിയിക്കുന്നതാണ്. മറുപടി പറയണം, കൊള്ളയടിക്കുകയാണ് സംസ്ഥാന സർക്കാർ. സർക്കാരിന്റെ കണക്കനുസരിച്ച് തന്നെ ഇതേ സർക്കാരിന്റെ കണക്കനുസരിച്ച് തന്നെ 1200 രൂപ നിരക്കിൽ ഈ മണൽ വിറ്റ പമ്പയിൽ മണൽ വിറ്റിട്ടുണ്ട്. 1200 രൂപ ടണ്ണിന്. എത്ര 1 ലക്ഷത്തിൽ പരം മെട്രിക് ടണ്ണാണ് പമ്പയിലും ത്രിവേണിയിലും ഉള്ളത്. 1 ലക്ഷത്തിൽ പരം മെട്രിക് ടൺ ഇൻടു 1200 വെച്ച് കൂട്ടിയാൽ എത്ര പണം എന്ന് നിങ്ങൾ കണക്കുകൂട്ടുക. സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ വരേണ്ടുന്ന ഏതാണ്ട് 250 കോടി രൂപ കൊള്ളയടിച്ചു മാറ്റാൻ നടത്തിയ, ഞാൻ ചോദിക്കുന്നു, ഇതൊരു സൗജന്യമായി ഈ കണ്ണൂർ ക്ലേസ് ആൻഡ് സെറാമിക്സിന് കൊടുക്കേണ്ടുന്ന കാര്യമെന്തെന്ന് മനസ്സിലായിട്ടില്ല.
ചീഫ് സെക്രട്ടറി എഴുതിയുണ്ടാക്കിയിരിക്കുന്ന ഉത്തരവിനകത്ത് സൗജന്യമായി ഈ സ്ഥാപനത്തിന് വിട്ടുകൊടുക്കാൻ എന്ത് അവകാശം, എന്ത് അധികാരം, എന്താണ് അതിന്റെ ലക്ഷ്യം പരിശോധിക്കണ്ടേ? അപ്പൊ 250 കോടി രൂപയുടെ കൊള്ളയാണ് നമ്മളെ ഗോവിന്ദനെ വെച്ച് അടിച്ചു മാറ്റാൻ വേണ്ടി ഈ ഗവൺമെന്റ് ശ്രമിച്ചത്. ഞാൻ ചോദിക്കട്ടെ, ഓൺലൈൻ വിദ്യാഭ്യാസം ദീർഘദൃഷ്ടിയില്ലാതെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം, ഞങ്ങളൊന്നും എതിരല്ല. പക്ഷേ ഓൺലൈൻ വിദ്യാഭ്യാസത്തിന്റെ അകത്ത് നമ്മളെ സ്മാർട്ട് ഫോണിനെ കുറിച്ചോ ടിവിയെ കുറിച്ചോ മറ്റ് ഈ ആധുനിക സംവിധാനങ്ങളെ കുറിച്ചോ പറയാൻ അറിയാനും സാധിക്കാത്ത ഒരു വലിയ സമൂഹം ഇപ്പോഴും നമ്മുടെ നാട്ടിലില്ലേ? ഫോൺ കാണാത്തവർ എത്ര പേർ ഈ നാട്ടിലുണ്ട്? ടി വി ഇല്ലാത്ത എത്ര കുടിലുകൾ ഈ നാട്ടിലുണ്ട്? ഈ ലക്ഷക്കണക്കിന് ആളുകളെ വിസ്മരിച്ചുകൊണ്ടല്ലേ പാവപ്പെട്ടവന്റെ സർക്കാർ, പാവപ്പെട്ടവന്റെ പാർട്ടി, തൊഴിലാളി വർഗത്തിന്റെ പാർട്ടി എന്ന് പറയുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉയർന്ന സമൂഹത്തിലെ കുട്ടികൾക്ക് മാത്രം കയ്യെത്താവുന്ന ഓൺലൈൻ വിദ്യാഭ്യാസം പ്രഖ്യാപിച്ചത്. ഞാൻ ചോദിക്കട്ടെ, അവർ തന്നെ പറഞ്ഞല്ലോ, ഏതാണ്ട് എത്ര ലക്ഷമായിരുന്നു കുട്ടികൾ? 3 ലക്ഷത്തോളം കുട്ടികൾക്ക് ഇത് പ്രാപ്യമല്ല എന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞില്ലേ? എന്നാൽ ഈ കൊള്ളയടിച്ച പണം 250 കോടി രൂപ ആ കുട്ടികൾക്ക് ഫോൺ വാങ്ങാനും ടി വി വാങ്ങാനും ആ പണം ഉപയോഗിക്കായിരുന്നില്ലേ? അത്രയെങ്കിലും മനുഷ്യത്വം കാണിക്കായിരുന്നില്ലേ? അതുപോലും കാണിച്ചില്ലല്ലോ. ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു. ആ കുട്ടി ഒരു സമൂഹത്തിന്റെ പ്രതിബിംബാണ്. നാളെയും മറ്റന്നാളും മറ്റ് അയൽപക്കത്തുള്ള കുട്ടികൾ ഫോൺ എടുത്തു പോകുമ്പോ, ടി വിയിൽ ഇരുന്ന് കാണുമ്പോ ഇത് കാണാൻ സാധിക്കാത്ത ഒരുപാട് കുട്ടികളുടെ മനസ്സിന്റെ അകത്ത് ഈ ആത്മഹത്യാ പ്രവണത ഇനിയും വരും. അതിന് ഉത്തരവാദി ആര് എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ബിന്ദുവിലേക്ക് ഞാൻ വിരൽ ചൂണ്ടുന്നു. ഇടതുപക്ഷ സർക്കാർ, പിണറായി വിജയന്റെ സർക്കാർ, കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് ഞാൻ വിരൽ ചൂണ്ടുന്നു. അപ്പോ ഇത്രയും പണം കിട്ടേണ്ടുന്നത് മാറ്റി ഇത്തരം ഒരു കൊള്ളയടിക്ക് നേതൃത്വം കൊടുക്കാൻ ഇടതുപക്ഷ സർക്കാർ മുൻകൈ എടുത്തത് ഈ നാടിനോട് കാണിച്ച ഏറ്റവും വലിയ അപമാനമാണ്. ശവത്തിൽ നിന്ന് പോക്കറ്റ് അടിക്കുക എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. മരിച്ചു കിടക്കുന്ന ശരീരത്തിൽ നിന്ന്, മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് പോക്കറ്റ് അടിക്കുന്ന വിദ്വാന്മാരുണ്ട്, മനസാക്ഷിയില്ലാത്തവർ. ആ മനസാക്ഷിയില്ലാത്ത പോക്കറ്റ് അടിക്കാരോട് മാത്രമേ ഈ ഗവൺമെന്റിനെയും മുഖ്യമന്ത്രിയെയും നമുക്ക് തുലനം ചെയ്യാൻ സാധിക്കും. കണ്ണൂർ ജില്ലയിലെ കുഴപ്പം നമ്മുടെ നാട്ടുകാരുടെ പ്രശ്നം രാഷ്ട്രീയ പാർട്ടികളുടെ ഇതുകൊണ്ട് അത് നിർത്തി പിൻവലിച്ച് പോയി. അത് സ്വാഗതാർഹം. പക്ഷേ ഇനിയും അങ്ങോട്ട് ഇടതുപക്ഷ ഗവൺമെന്റ് ഈ തെറ്റുകൾ തിരുത്താൻ ഇടതുപക്ഷ സർക്കാരിന് സാധിക്കണം. സാമ്പത്തിക രംഗത്ത് ഈ സർക്കാർ ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഗവൺമെന്റാണ്. പലപ്പോഴും മുഖ്യമന്ത്രിയുടെ പ്രസ്താവന, ഈ ഗവൺമെന്റിന്റെ തീരുമാനങ്ങളെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നതും സംശയിക്കുന്നതും കഴിഞ്ഞ കാലത്തെ ഭരണ സംവിധാനത്തിൽ സാമ്പത്തിക രംഗത്ത് ക്രെഡിബിലിറ്റി കാണിക്കാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടില്ല. ഫിനാൻഷ്യൽ ക്രെഡിബിലിറ്റി ഈ സർക്കാരിനില്ല, സുതാര്യത ഗവൺമെന്റിനില്ല. എത്ര പണമുണ്ടാക്കി, ഓക്കിയിൽ നിന്ന് പണമുണ്ടാക്കി, 1-ാം പ്രളയത്തിൽ നിന്ന് പണമുണ്ടാക്കി, 2-ാം പ്രളയത്തിൽ പണമുണ്ടാക്കി. ഇപ്പോൾ ഇതാ ഈ പറയുന്ന കോവിഡിന്റെ ദുരിതാശ്വാസ ഫണ്ട് എന്ന് പറഞ്ഞ് ഇപ്പോഴാലും കോടി ഉണ്ടാക്കുന്നു. 6 മണിക്ക് അദ്ദേഹം വയത് വായിക്കും പോലെ, വയത് പറയുന്നത് പോലെ കണക്കൊക്കെ പറയുന്നില്ലേ? 500 രൂപ തന്നവന്റെ പേര് വരെ നിങ്ങൾ ചാനലിൽ പറയുന്നില്ലേ? ചില വാക്യ കണക്ക് പറഞ്ഞു ഒരു ദിവസം. ഇത്രയും ദിവസം കിട്ടിയ പണം എത്ര എന്ന് അദ്ദേഹം പറഞ്ഞു ഈ നാടോട്. അതിൽ ഇത്ര രൂപ ചെലവഴിച്ചു എന്ന് പറഞ്ഞു ഈ നാടോട്. പ്രവാസികളോട് എന്ത് നീതി കാട്ടി? എന്ത് നീതി കാട്ടി? വലിയ ആളെ പോലെ അദ്ദേഹം ബഡായി രാമനെ പോലെ അമ്മ എന്ന് പ്രതിപക്ഷ നേതാവിന്റെ പദപ്രയോഗം, ബഡായി ബംഗ്ലാവ്. പക്ഷെ അത് പൂർണ്ണതയിലെത്തിയില്ല. ബഡായി ബംഗ്ലാവിലെ ബഡായി രാമന്റെ ബഡായി എന്ന് വേണം അത് പറയാൻ. അതല്ലാതെ ബഡായി അല്ലാതെ മറ്റെന്താ? 2 ലക്ഷം ആളുകൾക്ക് ഇവിടെ ക്വാറന്റൈൻ സുസജ്ജം, കേരളം പ്രവാസികളെ സ്വീകരിക്കാൻ തയ്യാർ എന്നൊക്കെ തെക്ക് വടക്ക് കിടന്ന് അദ്ദേഹം പറഞ്ഞില്ലേ? ഇവിടെ 6000 ആളിലേ വന്നുള്ളൂ. എവിടെയാണ് ഇവരെ ഒരു മുൻകൂട്ടി പ്ലാൻ ചെയ്ത് എവിടെയാണ് ക്വാറന്റൈൻ സെന്റർ ഉണ്ടാക്കിയത്? കണ്ണൂരിൽ. എന്റെ മാധ്യമ സുഹൃത്തുക്കൾ പറ, എവിടെയാണ് ക്വാറന്റൈൻ ഉണ്ടാക്കിയത്? സിസ്റ്റമാറ്റിക്കായി, സയന്റിഫിക്കായി, ശാസ്ത്രീയമായി ഒരു ക്വാറന്റൈൻ ഉണ്ടാക്കിയ സ്ഥലം
ഇവിടെ ഹോട്ടലുകാരോട് പോയി ഭീഷണിപ്പെടുത്തി താക്കോൽ വാങ്ങിയിട്ടുണ്ട്, കുറെ വീട്ടുകാരോട് താക്കോൽ വാങ്ങിയിട്ടുണ്ട്, കുറെ ഫ്ലാറ്റുകാരോട് പോയി ഭീഷണിപ്പെടുത്തി താക്കോൽ വാങ്ങിയിട്ടുണ്ട്. ആ താക്കോൽ വാങ്ങി കയ്യിൽ വെച്ചു എന്നതിനപ്പുറത്ത് ഒരു ക്വാറന്റൈൻ സജ്ജീകരണം ഏതെങ്കിലും ഫ്ലാറ്റിലോ ഏതെങ്കിലും ആശുപത്രിയിലോ ഏതെങ്കിലും വീടുകളിലോ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഒരു ലക്ഷത്തിലേറെ ആളുകൾ അവിടെ പേര് രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുക, ദുബായിലും മറ്റു കൺട്രികളിലൊക്കെ. ഞങ്ങളൊക്കെ ആർക്കെങ്കിലും ഒന്ന് വിളിക്കുമ്പോൾ എംബസിയിൽ നിന്ന് കിട്ടുന്ന ഉത്തരം വളരെ ഭയാനകമാണ്. അടുത്തൊന്നും കൊടുക്കാൻ സാധിക്കില്ല, നീണ്ട ക്യൂ ആണ്, നീണ്ട നിരയാണ്, അത്രയേറെ ആളുകൾ വരാൻ കാത്തിരിക്കുന്നു. ഇവരൊക്കെ കേരളത്തിലേക്ക് വരുമ്പോ ഈ നാടിന്റെ സാഹചര്യം എന്ത് എന്ന് ആലോചിക്കണം. അതിനും അപ്പുറത്ത് സമൂഹ വ്യാപനം ജനങ്ങളെ ചുമലിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്ന പിണറായിയോട് ഞാൻ പറയുന്നു, തീക്ഷണാശക്തിയുള്ള വിവേകമില്ലാത്ത മുൻകൂട്ടി ഒരു പ്രവർത്തനത്തിന്റെ പ്രതിചലനം മനസ്സിലാക്കാൻ സാധിക്കാത്ത നിങ്ങളുടെ കഴിവുകളാണ് ഈ സാമൂഹ്യ വ്യാപനത്തിന്റെ അടിസ്ഥാന ഘടകം. വിദേശത്ത് നിന്ന് വരുന്ന ആളുകളെ നേരെ വീട്ടിന്റെ അകത്ത് ഒരു റൂമിൽ കൊണ്ടുപോയി പൂട്ടണം എന്ന് പറയുന്ന വീട്ടിന്റെ അകത്ത് ഇരിക്കുന്ന ആളിൽ നിന്ന് സമൂഹ വ്യാപനം ഉണ്ടാവില്ലേ? സ്വാഭാവികങ്ങൾ ആലോചിക്കുക. എന്റെ ഒരു ബന്ധു വന്ന് എന്റെ മറ്റൊരു റൂമിൽ താമസിക്കുമ്പോൾ ഞാനിത് രോഗ്യം പറയണ്ടേ? ഞാനൊരു സേവാന്വേഷണം നടത്തൂലേ? സ്വാഭാവികല്ലേ? അതൊക്കെ സമൂഹ വ്യാപനത്തിന് വഴി തുറക്കുന്ന സാഹചര്യങ്ങളല്ലേ? വീടുകളിൽ പോകാനെടുത്ത തീരുമാനം യുക്തിതമാണോ? ന്യായമാണോ? ശാസ്ത്രീയമാണോ? ഈ ഗവൺമെന്റ് ഇപ്പോഴെങ്കിലും പുനരാലോചിക്കണം. ഓരോ ദിവസം കൂടുന്തോറും സമൂഹ വ്യാപനം കൂടി വരിക, കൂടുകയേ ചെയ്യുള്ളൂ. കാരണം ചെയ്തിരിക്കുന്നത് അത്രയും വലിയ വിഡ്ഢിത്തരമാണ്. ഞങ്ങളൊക്കെ നിരന്തരം ആവശ്യപ്പെട്ടതാണ് 4 എയർപോർട്ടിന്റെ പരിസരത്ത് ക്വാറന്റൈൻ ഉണ്ടാകണം. 14 ദിവസത്തെ ക്വാറന്റൈൻ കഴിഞ്ഞ് വിദേശത്ത് നിന്ന് പുറത്തുനിന്ന് വരുന്ന മലയാളികളെ മുഴുവൻ, പ്രവാസികളായ മലയാളികളെ മുഴുവൻ വീടുകളിലേക്ക് എത്തിക്കാവൂ. അത് വീട്ടുകാർക്കും അത് നാട്ടുകാർക്കും അത് അവരവർക്കും വേണ്ടിയാണ് ഞങ്ങളത് പറഞ്ഞത്. ആ പറയുന്ന വാക്കിന്റെ അകത്തുള്ള അർത്ഥമോ അതിന്റെ ശാസ്ത്രീയതയോ ഉൾക്കൊള്ളാനോ ചിന്തിക്കാനോ ചർച്ച ചെയ്യാനോ ഇവർ ആരെയെങ്കിലും വിളിച്ചോ? 19 എംപിമാരുണ്ടായി. എപ്പോഴാ വിളിച്ചത്? കഴിഞ്ഞ ആഴ്ചയാണ് വിളിച്ചത്. ഞങ്ങളൊക്കെ ആ യോഗത്തിൽ പോയില്ല. എന്തുകൊണ്ട്? പോകുന്ന ചടങ്ങായി നടത്തുന്ന ഒരു വഴിപാട് പോലെ നടത്തിയ ഒരു ചടങ്ങാണ്. അല്ലെങ്കിൽ ഇത്രയും ഭീകരമായ ഒരു പ്രതിസന്ധി അഭിമുഖീകരിക്കുമ്പോ എംപിമാരെ വിളിക്കണ്ടേ? 19 എംപിമാരെ വിളിച്ച് ചർച്ച നടത്തണ്ടേ? 20 എംപിമാരെ വിളിച്ച് ചർച്ച നടത്തണ്ടേ? അവരെ അഭിപ്രായം അറിയണ്ടേ? ഞങ്ങളൊക്കെ ജനപ്രതിനിധികളല്ലേ? ജനങ്ങൾ വോട്ട് നിന്ന് ജയിച്ചവരല്ലേ? വോട്ട് നീക്കി വന്നവരാണോ? ഞങ്ങൾക്കൊക്കെ സാമൂഹ്യ വീക്ഷണമില്ലേ? ഞങ്ങൾക്കൊക്കെ അഭിപ്രായങ്ങളില്ലേ? ആ അഭിപ്രായങ്ങളൊക്കെ കേട്ട് ശരിയും തെറ്റും വിലയിരുത്തി ശരി സ്വീകരിച്ച് മുൻപോട്ട് പോകാൻ ഈ ഗവൺമെന്റ് തയ്യാറായിട്ടുണ്ടോ? രാഷ്ട്രീയവൽക്കരിക്കുക ചെയ്തു. തീർത്തും ഈ പ്രശ്നങ്ങൾ മുഴുവൻ അദ്ദേഹം രാഷ്ട്രീയവൽക്കരിക്കുക ചെയ്തു. ഇവിടെ വാളണ്ടിയേഴ്സിനെ ഉണ്ടാക്കി. വളണ്ടിയേഴ്സിന്റെ അകത്ത് വന്നിരിക്കുന്ന ആരാ? CPM ആളുകളാണ്. അല്ലാത്തവർ ഇതിനകത്ത് നാമ മാത്രമാണ്. പിടിച്ച് വലിഞ്ഞു കയറിയുള്ള കുറച്ച് പിള്ളേർ, ബാക്കിയെല്ലാം CPM DYFIക്കാരാ. ഇനിയിപ്പോ അവരെ പോലീസിന്റെ സഹായിയാക്കി മാറ്റാൻ പോവുക, ഇലക്ഷനെ നിയന്ത്രിക്കാൻ വേണ്ടി അവരെ ഏൽപ്പിക്കാൻ പോവുക. പിന്നെ ഇലക്ഷൻ നടത്തണോ? അപ്പൊ രാഷ്ട്രീയവൽക്കരിക്കുക, പണമുണ്ടാക്കുക, നാടിനെ കൊള്ളയടിക്കുക, അധികാര കുത്തക നിലനിർത്തുക എന്നതിനപ്പുറത്ത് ഈ നാടിന്റെ വിശാലമായ താല്പര്യമോ പാവപ്പെട്ടവന്റെ പ്രശ്നങ്ങളോ ഈ സർക്കാരിന് ഒരു പ്രശ്നമല്ല. നാടിന്റെ മുതൽ കൊള്ളയടിച്ചും പാർട്ടിയുടെ അധീശത്വം നിലനിർത്തുമെന്ന ധിക്കാരത്തിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. പുനരാലോചിക്കുന്നില്ലെങ്കിൽ മുഖ്യമന്ത്രിയോട് ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ എന്നും കേട്ടിരിക്കുന്നവരാവില്ല, പ്രതികരിക്കുന്നവരായി കേരളത്തിലെ പ്രതിപക്ഷം മാറുമെന്ന കാര്യത്തിൽ കേരളത്തിന്റെ ചരിത്രം അറിയാവുന്നവർക്ക് അറിയാം. എവിടെയൊക്കെ ഭരണകൂടം അടിച്ചമർത്തിയിട്ടുണ്ടോ അവിടെയൊക്കെ കേരളത്തിൽ പ്രക്ഷോഭം ഉണ്ടായിട്ടുണ്ട്. ആ പ്രക്ഷോഭത്തെ ക്ഷണിച്ചു വരുത്തരുത് എന്ന് പിണറായി വിജയന് താക്കീത് ചെയ്യാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നു. ബാക്കി വിഷയത്തെ കുറിച്ചൊക്കെ പ്രിയപ്പെട്ട സണ്ണി സംസാരിക്കും. അദ്ദേഹത്തെ കേരളത്തിലെ കേട്ടിട്ടുള്ള കൊള്ളകളിൽ ഏറ്റവും ആസൂത്രിതമായ ശാസ്ത്രീയമായ ഒരു കൊള്ളയാണ് ഈ മണൽക്കടത്ത്. അതിൽ കള്ളനെ കയ്യോടെ തെളിവ് സഹിതം തൊണ്ടി സഹിതം പിടികൂടാൻ ഇന്ന് കേരളത്തിലെ പ്രതിപക്ഷത്തിന് സാധിച്ചിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ്
പമ്പ മണൽക്കടത്ത് സംബന്ധിച്ച് ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപങ്ങൾ തീർത്തും ശരിയാണെന്ന് ഇപ്പോൾ ആ കാര്യങ്ങളുടെ ഏറ്റവും അവസാനം എത്തി നിൽക്കുന്ന സ്ഥിതി നമ്മളെ ബോധ്യപ്പെടുത്തും. എന്താണ്? ക്ലേ ആൻഡ് സെറാമിക്സിനെ ഗവൺമെന്റ് ഇങ്ങനെ ഒരു ചുമതല ഏൽപ്പിക്കുമ്പോൾ അതിൽ എന്തെങ്കിലും വ്യവസ്ഥയുണ്ടോ, കരാറുണ്ടോ? എത്ര സംഖ്യക്കാണ് ഈ പണി ചെയ്യുന്നത്? എത്ര ചെലവ് വരും? അതിൽ നിന്ന് എന്ത് വരവുണ്ടാകും? എന്തെങ്കിലും ഒരു എസ്റ്റിമേറ്റ് കണ്ണൂരിലെ 4 പുഴകളുടെ കാര്യത്തിലും പമ്പ ത്രിവേണിയുടെ കാര്യത്തിലും എന്ത് ചെലവ് വരും? ഈ പുഴകൾ മാലിന്യമുക്തമാക്കാൻ അതിൽ നിന്ന് എന്ത് സാധനങ്ങൾ കിട്ടും? അതിനെന്ത് വരവുണ്ടാകും? അങ്ങനെ യാതൊരു സർവേയും യാതൊരു പഠനവും ഗവൺമെന്റ് നടത്തിയിട്ടില്ല. ഇവിടെ MP ചൂണ്ടിക്കാട്ടിയതുപോലെ കളക്ടർമാരെ ബലിയാടുകളാക്കാനാണ്. സ്ഥാനമൊഴിയുന്ന ചീഫ് സെക്രട്ടറി തലേന്ന്, പിറ്റേന്ന് ചാർജ് എടുക്കേണ്ട ചീഫ് സെക്രട്ടറി, DGP ഹെലികോപ്റ്ററിൽ ഈ ദുരന്തത്തിന്റെ കാലത്ത് ഈ 2-3 ഉദ്യോഗസ്ഥന്മാർ തിരുവനന്തപുരത്ത് നിന്ന് അവർ വിട്ടുനിൽക്കുന്നു. മുഖ്യമന്ത്രിയുടെ സമ്മതമില്ലാതെ ഒരു ഹെലികോപ്റ്റർ യാത്ര നടത്തുമോ? പുതിയ ചീഫ് സെക്രട്ടറി ഒരു ചാനൽ അഭിമുഖത്തിൽ പറഞ്ഞ എന്താണ്? വലിയ മിടുക്കുന്ന രൂപത്തിലാണ് പറഞ്ഞത്. പത്തനംതിട്ടയിലെ കളക്ടറെയും SP യെയും ഞങ്ങൾ ഞെട്ടിച്ചു എന്നാണ്. വിശ്വാസമേത്തയുടെ മനോരമ ചാനലിൽ ഇന്റർവ്യൂ ഞാൻ കണ്ടതാണ്, നിങ്ങൾ കണ്ടു കാണും. പത്തനംതിട്ട കളക്ടറെയും SP യെയും ഞങ്ങൾ ഞെട്ടിച്ചു. ഈ 3 സംഘം, ടോം ജോസ്, വിശ്വാസ് മേത്ത, ബെഹ്റ, ഈ 3 പേര് അവിടെ പോയിട്ട് SP യെയും കളക്ടറെയും ഞെട്ടിച്ച് 30/5 പത്തനംതിട്ട ജില്ലാ കളക്ടർ ഒരു ഉത്തരവിറക്കി ഈ മണൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുക്കുന്നതിന് ക്ലേ ആൻഡ് സെറാമിക്സിനെ ചുമതലപ്പെടുത്തിക്കൊണ്ടു, അധികാരപ്പെടുത്തിക്കൊണ്ടു. അവിടെയാണ് നേരത്തെ MP ചൂണ്ടിക്കാട്ടിയതുപോലെ ഇത് വനം വകുപ്പിന്റെ പരിധിക്കകത്ത് വരുന്ന പുഴയോരമാണ് പമ്പ എന്ന് എല്ലാവർക്കും അറിയാം. അതിനെ കേരളത്തിലെ വനം മന്ത്രി തന്നെ നിയമസഭയിൽ ഭരണകക്ഷിയുടെ MLA രാജു അബ്രാഹത്തിന്റെ 2/7/2019 ചോദ്യം നമ്പർ 5698 നക്ഷത്രത്തിന്റെ വിടാത്ത ചോദ്യം, രാജു അബ്രാഹം 2/7/2019 മറുപടി വനമന്ത്രി K. രാജു, ആഗസ്റ്റുണ്ടായ മഹാപ്രളയത്തിൽ എത്ര ക്യൂബിക്കടി മണലാണ് പമ്പയിൽ അടിഞ്ഞുകൂടിയത്? ഇതെന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്നറിയിക്കാമോ? ചോദ്യമാണ്. അതിന്റെ മറുപടി എന്താണ്? $31,78,350 ക്യൂബിക് അടി മണൽ. 31,78,350 ക്യൂബിക് അടി മണൽ പമ്പ ത്രിവേണി മേഖലയിൽ അടിഞ്ഞുകൂടിയതായി കണക്കാക്കുന്നു. ഇതാണ് വനം മന്ത്രി പറഞ്ഞ മറുപടി. ഇത് മാറ്റിയിടുന്നതിന് വേണ്ടി, പുഴയിൽ നിന്ന് വാരി കോരി മാറ്റിയിടുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റിന്റെ പെർമിഷൻ 26/2/2019 മിനിസ്ട്രി ഓഫ് എൻവയറൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് ക്ലൈമറ്റ് ചേഞ്ച് അനുമതി നൽകിയിട്ടുണ്ട്. അത് മാറ്റിയിടുന്നതിനാണ്. അതിന് കണ്ടീഷൻസ് ഉണ്ട്. അതിനെ തുടർന്ന് കേരള ഗവൺമെന്റ് ഈ വാരിയിട്ട മണൽ കേരളത്തിൽ അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് സർക്കാർ തീരുമാനം. 55,000 ക്യൂബിക് മീറ്റർ മണൽ ഈ ടെൻഡർ വഴി കൊടുക്കാൻ തീരുമാനിച്ചു. 15,000 ക്യൂബിക് മീറ്റർ ചില്ലറ ആവശ്യക്കാർക്ക് വിൽപ്പന നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. 20,000 ദേവസ്വം ബോർഡിന് അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായിട്ട് ദേവസ്വം ബോർഡിന് നൽകാൻ വേണ്ടി, അത് ഫ്രീ ആയിട്ട് 20,000 ക്യൂബിക് മീറ്റർ ദേവസ്വം ബോർഡിന് നൽകാനും കേരള സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനങ്ങളെ എല്ലാം മറികടന്നുകൊണ്ടാണ് ഇതുൾപ്പെടെയുള്ള ഈ മണൽ ഉൾപ്പെടെയുള്ള അവശിഷ്ടങ്ങൾ വാരിക്കുഴി കൊണ്ടുപോകുന്നതിന് പത്തനംതിട്ട കളക്ടറുടെ ഉത്തരവിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. 30/5/2020 പത്തനംതിട്ട കളക്ടറുടെ ഉത്തരവിൽ ക്ലേ ആൻഡ് സെറാമിക്സ് പറയുന്നു, അങ്ങോട്ട് ചോദിക്കുന്നു, പുഴയിൽ നിന്ന് എന്ത് കിട്ടിയാലും, സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്ത് കിട്ടിയാലും അത് ഞങ്ങൾക്കുള്ളതായിരിക്കും. എന്ത് കിട്ടിയാലും ക്ലേ ആൻഡ് സെറാമിക്സിനുള്ളതായിരിക്കും എന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് മണൽ ഉൾപ്പെടെയുള്ള ഈ
വിലപിടിപ്പുള്ള സാധനങ്ങൾ യാതൊരു മാനദണ്ഡവും പാലിക്കാതെ കേന്ദ്ര ഉത്തരവിൽ പറയുന്നുണ്ട്, എൻവയറമെന്റ് ക്ലിയറൻസ് വാങ്ങിക്കൊണ്ടേ മാറ്റാൻ പാടുള്ളതാണ്. എൻവയറമെന്റ് കേന്ദ്ര ഉത്തരവ് എന്റെ കയ്യിലുണ്ട്. കേന്ദ്ര ഉത്തരവിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു. 26 ഫെബ്രുവരി 2019 കേന്ദ്ര ഉത്തരവിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു, the user agency shall obtain the environment clearance as per the provisions of the Environment Protection Act 1986 if required എന്ന് വ്യക്തമായിട്ട് പറയുന്നു. അതിനെല്ലാം മറികടന്നുകൊണ്ട് ഇതിന് വേറൊരു നീക്കം എന്താണ്? ഇത് ക്രമക്കേട് വന്നു. അതിന് പറയുന്നത് പുഴ ശുദ്ധീകരിക്കാനാണ്. കണ്ണൂർ ജില്ലയിലെ 4 പുഴ ശുദ്ധീകരിക്കാനും. അതിന് എന്റെ കയ്യിൽ ഇപ്പം കണ്ണൂർ ജില്ലാ കളക്ടറുടെ തന്നെ 4 ഉത്തരവാണ് ഈ കഴിഞ്ഞ ഒരു മാസക്കാലത്തിന്. നമ്മളെല്ലാം ആത്മാർത്ഥമായിട്ട് നിങ്ങൾ അറിയുന്നവരാണ്. ഈ മലബാറിൽ ഏറ്റവും അധികം നാശനഷ്ടം ഉണ്ടായത് നമ്മുടെ കണ്ണൂർ ജില്ലയിലാണ്, ഇരിട്ടി താലൂക്കിലാണ്, പേരാവൂർ നിയമത്തിലാണ്, കൊട്ടിയൂർ പുഴയിലാണ്, കൂട്ടുപുഴയിലാണ്, മാക്കൂട്ടത്താണ്, കർണാടക വനത്തിലെ ഉരുൾപൊട്ടലിലാണ്, കൊട്ടിയൂരിലെ അമ്പായത്തോട്ടിലെ ഉരുൾപൊട്ടലാണ്. എല്ലാവർക്കും അറിയാം. ആ പുഴ ശുചീകരിക്കണമെന്ന് 2018 മുതൽ ആവർത്തിച്ച് പറഞ്ഞിട്ട് അതിന്റെ പ്രവൃത്തിയിലേക്ക് ഇവർ കടന്നപ്പോഴാണ് 2020 മഴക്കാലം ആരംഭിക്കുന്ന കോവിഡിന്റെ ലോക്ക്ഡൌണിന്റെ പശ്ചാത്തലത്തിൽ അതിന് കളക്ടർ കൊടുത്തു. അതിന് ആരെ വെച്ചു? ക്ലയർ സെറാമിക്സിനെ വെച്ചു. എംപിയുടെ ചൂണ്ടിക്കാട്ടിയതുപോലെ അവർക്ക് ഒരു പിക്കാസെങ്കിലും ഉണ്ടോ, ഒരു ടിപ്പർ ലോറി ഉണ്ടോ, അവർക്ക് തൊഴിലാളികളുണ്ടോ, എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടോ? ഏതായാലും TK ഗോവിന്ദൻ മാസ്റ്റർ വളരെ സത്യസന്ധമായിട്ടൊരു കാര്യം പറഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ ഇത് കോട്ടയത്തെ വെള്ളാപ്പള്ളി ബ്രദേഴ്സിന് ഞങ്ങൾ ഇത് കൊടുത്തിരിക്കുന്നുണ്ടെന്ന് ചാനൽ ചർച്ചയിലും ഇന്റർവ്യൂയിലും TK ഗോവിന്ദൻ മാസ്റ്റർ വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞിരിക്കുന്നു. പക്ഷെ ഒരു ചോദ്യം ചോദിച്ചു ഏഷ്യാനെറ്റിന്റെ ബിനു, ഞാനും കൂടെ ഉള്ള ചർച്ചയിൽ, എന്തായിരുന്നു കണ്ടീഷൻ? അത് പിന്നെ നിശ്ചയിക്കാമല്ലോ. ഒന്നും നിശ്ചയിച്ചിട്ടില്ല. ഇങ്ങനെ ഏർപ്പാടുണ്ടോ? ഇത്രയായിരം ടൺ ക്യൂബിക് മീറ്റർ മണല് പമ്പയിൽ നിന്ന് വാരിയിട്ട മണല് കൊണ്ടുപോകുന്നതിന് അനുമതി മേടിച്ചിട്ട് അതിന് കണ്ടീഷൻസ് ഒന്നും ഇല്ലാതെ, യാതൊരു വ്യവസ്ഥയില്ലാതെ, അതിന് വില നിശ്ചയിക്കാതെ, പ്രതിഫലമില്ലാതെ, ഇനി അവർ ചെയ്യുന്ന പുഴ ശുചീകരണത്തിന് അതിന് പ്രതിഫലമില്ലാതെ, അതിന്റെ ചെലവ് കണക്കൂട്ടാതെ ഇങ്ങനെ മണൽക്കൊള്ളയ്ക്ക് കേരള സർക്കാർ ഒത്താശ ഒരുക്കിയത് മുഖ്യമന്ത്രിയുടെയും CPM കണ്ണൂർ നേതൃത്വത്തിന്റെയും വളരെ വ്യക്തമായ അറിവോടെയാണ്. കോട്ടയത്തെ ഒരു കമ്പനിയെ വെള്ളാപ്പള്ളി ബ്രദേഴ്സിനെ ഏൽപ്പിച്ചു എന്ന് TK ഗോവിന്ദൻ മാസ്റ്ററുടെ പരസ്യമായി ചാനൽ ചർച്ചയിലെ വെളിപ്പെടുത്തലോടുകൂടി ഇതിലെ കള്ളത്തരം, ഇതിലെ തട്ടിപ്പ്, ഇതിലെ അഴിമതി മറനീക്കി ഇനി അതിന് വേറെ തെളിവിന്റെ ആവശ്യമില്ല. ഈ കാര്യത്തിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിന് കേരളത്തിലെ പരിസ്ഥിതിവാദികൾ ആവശ്യപ്പെടണം. ഇന്നലെ പരിസ്ഥിതി ദിനമാണ്. മുഖ്യമന്ത്രി ഉൾപ്പെടെ ആഹ്വാനം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും എല്ലാ നാട്ടുകാരും വൃക്ഷത്തൈകൾ നട്ടിട്ടുണ്ട്. കേരള സർക്കാർ ഈ കേരളത്തിന്റെ പരിസ്ഥിതിയെ ഇത്രമാത്രം വിറ്റ് കാശാക്കുന്ന ഈ മണൽക്കൊള്ളയ്ക്ക് കേരള സർക്കാർ കൂട്ടുനിൽക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഇത് കാര്യങ്ങൾ ഇങ്ങനെ വന്നപ്പോൾ എന്താ, വെള്ളാപ്പള്ളി കൺസ്ട്രക്ഷൻ ലാഭത്തോടു കൂടി തന്നെയാണ്. അവരുടെ കൺസ്ട്രക്ഷൻ കമ്പനി എനിക്ക് ആരാന്നറിയില്ല. ആദ്യം വെള്ളാപ്പള്ളി എന്ന് കേട്ടപ്പോൾ മറ്റേ വെള്ളാപ്പള്ളി എന്ന് ധരിച്ചു, പിന്നീടാണ് കോട്ടയാന്ന് മനസ്സിലാക്കിയത്. ഇതും ഫേമസ് ആണെന്ന് പറയുന്നത്. എനിക്ക് സംസ്ഥാനത്തെ മന്ത്രിമാരുടെയൊക്കെ സ്വന്തം ആളാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഈ പിക്ചറിൽ വരില്ല. അവരിപ്പോ പിന്മാറി എന്ന് പറയുന്നു. അവർക്കിത് കൊടുത്തു എന്ന് ഗോവിന്ദൻ മാസ്റ്റർ പരസ്യമായിട്ട് പറഞ്ഞു. എങ്ങനെ കൊടുത്തു? ഇതിനെ സംബന്ധിച്ച് ഒരു അഴിമതി നിരോധന നിയമം അനുസരിച്ച് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാൻ മുഖ്യമന്ത്രി ഉത്തരവിട്ടു. വനംവകുപ്പുമായിട്ടുള്ള തർക്കത്തിൽ എന്താ മുഖ്യമന്ത്രി പേടിപ്പിച്ചപ്പോൾ വനമന്ത്രി ഇപ്പൊ ഒന്നും മിണ്ടുന്നില്ല. പക്ഷെ CPIയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി പ്രകാശ് ബാബു വൈമനസ്യത്തോടെ ഗത്യന്തരമില്ലാതെ വനംവകുപ്പിന്റെ നിലപാടാണ് ശരിയെന്ന് പറഞ്ഞിരിക്കുന്നു. ഏത് നിലപാടാണ് ശരി? ഏത് നിലപാടാണ്? വനംവകുപ്പിന്റെ നിലപാടാണോ ശരി, മുഖ്യമന്ത്രിയുടെ നിലപാടാണോ ശരിയെന്ന് CPI നേതാക്കന്മാർ ഒന്നുകൂടി വ്യക്തമാക്കേണ്ടത്. അതുകൊണ്ട് ഇതൊരു വലിയ പകൽ കൊള്ളയാണ് ഈ മണൽക്കൊള്ള. ഇപ്പൊ കണ്ണൂരിൽ നിന്നും ഈ വെള്ളാപ്പള്ളിക്കാർ പുറകോട്ട് പോയി. അതിനുശേഷമാണ് കളക്ടർ ഈ പറഞ്ഞ 4 ഉത്തരവുകൾ കണ്ണൂർ ജില്ലാ കളക്ടർക്ക് 1/5 ഉത്തരവ്. അതിൽ ക്ലേ ആൻഡ് സെറാമിക്സ് പ്രൊഡക്റ്റ് ലിമിറ്റഡിനെ ചുമതലപ്പെടുത്തിക്കൊണ്ട് തീരുമാനം. അതനുസരിച്ചുള്ള കമ്മിറ്റികൾ എവിടെയും കൂടിയിട്ടില്ല. 20/5 വീണ്ടും യോഗം, രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം. ആ യോഗത്തിൽ DCC പ്രസിഡന്റ് സതീശ പാച്ചലി പറഞ്ഞിട്ടുണ്ട്,
ഈ പ്രവൃത്തിക്ക് സുതാര്യതയില്ലെന്നും ഇതിന്റെ മറവിൽ വ്യാപകമായ തോതിൽ മണ്ണ് കടത്തുന്നുണ്ടെന്നും നടപടിക്രമത്തിൽ സുതാര്യതയില്ലെന്നും ജനപ്രതിനിധികളെ കൂടി മേൽനോട്ടത്തിലാവണം പ്രവൃത്തി നടത്തേണ്ടതെന്ന് ആവശ്യപ്പെട്ടു. കാരണം വെള്ളം നവീകരിക്കേണ്ട ആവശ്യമാണ്. 20-ന് 22-ന് അതനുസരിച്ച് കളക്ടർ ഒരു ഓർഡർ ഇട്ടു. അതിന് ക്ലയാൻ സെറാമിക്സ് ആണ്. 29-ന് വീണ്ടും ഒരു ഓർഡർ. എന്താണ്? ക്ലയാൻ സെറാമിക്സ് പിന്നോട്ട് പോയി. അതുകൊണ്ട് പഞ്ചായത്ത് തലത്തിൽ അവര് തന്നെ നടത്തണം. പഞ്ചായത്തുകൾക്ക് പണമില്ലെങ്കിൽ JCBക്ക് ഡീസൽ അടിക്കാൻ കളക്ടർ ദുരന്ത നിവാരണത്തിൽ നിന്ന് കാശ് കൊടുക്കും. അത്രയാണിത്. അതിന്റെ 4ാമത്തെ വ്യവസ്ഥയാണ്. ഫണ്ട് ലഭ്യമല്ലാത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് JCB ടിപ്പർ ലോറികൾക്ക് ആവശ്യമായ ഇന്ധനത്തിന് ചെലവാകുന്ന തുക ആവശ്യമായ രേഖകൾ ഹാജരാകുന്ന മുറയ്ക്ക് SDRF-ൽ നിന്ന് നൽകുന്നതാണ് ജില്ലാ കളക്ടറുടെ ഉത്തരവാണ്. എങ്ങനെ ഉത്തരവിലേക്ക് എത്തി? എതിർപ്പോന്നതിന് ശേഷം ഈ 3 പഞ്ചായത്തിൽ ശക്തമായ എതിർപ്പ് വന്നു. DCC പ്രസിഡന്റ് ഉൾപ്പെടെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ പലരും CPIയുടെ പ്രതിനിധി ഉൾപ്പെടെ കണ്ണൂർ ജില്ലാ കളക്ടർ വിളിച്ചുകൊണ്ട് യോഗത്തിൽ എതിർത്തതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഉത്തരവ് ഉണ്ടായത്. അതുകൊണ്ട് ഈ കൊള്ളയെ സംബന്ധിച്ച് തെളിവ് സഹിതം പിടികൂടപ്പെട്ട ഈ കൊള്ളയെ സംബന്ധിച്ച് കേസ് രജിസ്റ്റർ അന്വേഷിക്കാൻ ഗവൺമെന്റ് തയ്യാറാകും. എല്ലാ സൗകര്യങ്ങളും എന്താ അഭിനന്ദിക്കുകയും ചെയ്ത് എല്ലാ സഹായവും ഈ കാര്യങ്ങൾ മാധ്യമങ്ങളിൽ വന്നു. ഇതിനെ കൊള്ള മനസ്സിലാക്കിയപ്പോൾ ഉദ്ഘാടനത്തിൽ നിന്ന് ഞാൻ മാറി നിന്നു. തഹസിൽദാർ ഇട്ടിയിൽ വീണ്ടും യോഗം വിളിച്ചു. ആ യോഗത്തിൽ ഇത് പരിഹരിക്കുന്നുള്ള ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ CPM-ന്റെ 3 പഞ്ചായത്ത് പ്രസിഡന്റുമാരും കോൺഗ്രസിന്റെ 2 പഞ്ചായത്ത് പ്രസിഡന്റുമാരും തഹസിൽദാരും കൂടെ യോഗം വിളിച്ചു കൂട്ടി. ഇത് പഞ്ചായത്ത് തലത്തിൽ ജനപ്രതിനിധികളെ ഏൽപ്പിക്കും. ഇതിന്റെ ചുമതല കമ്മിറ്റി രൂപീകരിച്ചു. ആ കമ്മിറ്റി ചേർന്നിട്ടില്ല. അങ്ങനെ വന്നപ്പോൾ ഈ പ്രളയത്തിന് മുൻപായിട്ട് ഈ പുഴ നവീകരണം ഏറ്റവും അത്യാവശ്യമാണെന്ന കാര്യത്തിൽ ഞാൻ നിന്നു. പക്ഷെ ഈ കൊള്ളയ്ക്ക് അങ്ങോട്ട് നിൽക്കില്ല എന്ന് വ്യക്തമല്ലേ? എങ്ങനെയാണ് എനിക്ക് ഇങ്ങനെ പറയാൻ സാധിക്കുമോ? ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് പറയാൻ സാധിക്കുമോ? പുഴ നവീകരണം എന്ന ആവശ്യം അതിന്റെ മുൻമുനയിൽ ആളുകളെ നിർത്തിക്കൊണ്ട് കത്തി കാണിച്ച് പീഡിപ്പിക്കുന്നവര് പുഴ നവീകരണത്തിന്റെ ഏറ്റവും അത്യാവശ്യം ജൂൺ മാസത്തിൽ അല്ലെങ്കിൽ മെയ് മാസം അവസാനത്തിൽ പണി തുടങ്ങിയിട്ട് ഈ കൊള്ളയ്ക്ക് കളമൊരുക്കിയപ്പോൾ കൊള്ള മനസ്സിലാക്കിയപ്പോൾ അതിനെ എതിർത്തു. അതാണ് എന്റെ സ്ഥിതി. ഈ വിഷയത്തിൽ ശ്രീകണ്ഠാപുരം നഗരസഭയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച വന്നിട്ടുണ്ടോ? അവർ ഈ പ്രവർത്തനങ്ങളെയൊക്കെ സ്വാഗതം ചെയ്യുകയാണ്. ചെന്നിത്തലയുടെ ആരോപണം ശരിയല്ല എന്ന രീതിയിലാണ് പറയുന്നത്. എന്താണെന്നറിയോ? അവരോട് തന്നെ ചോദിക്കാം. എന്താ വിഷയം? എന്താ ഒരു പഞ്ചായത്തിലേക്ക് പുഴ നവീകരിക്കാനെന്ന് പറഞ്ഞ് ഗവൺമെന്റിന്റെ ഉത്തരവ് പ്രകാരം ഒരു ടീം അങ്ങ് ചെല്ലുമ്പോൾ ഏത് പഞ്ചായത്ത് പ്രസിഡന്റും അതിനെ വെൽക്കം ചെയ്യും. കാരണം പുഴ അത്ര അവിടെ മണ്ണൊടിഞ്ഞ് കിടക്കുകയാണ്. വെള്ളപ്പൊക്കത്തിന് ഈ മണ്ണിന്റെ പുറത്തൂടെ വീണ്ടും വെള്ളം ഒഴുകിയാൽ വീണ്ടും നാശനഷ്ടങ്ങൾ ഉണ്ടാവും. പക്ഷെ ഇതിലെ കള്ളത്തരം മനസ്സിലാകുന്നത് ഇത് ക്രമവിരുദ്ധമാണ്. ഇന്നലെ കോടിയേരി പറഞ്ഞു ഇത് നിയമാനുസൃതമാണ്. ഇത് ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ഒരു ചർച്ചയ്ക്ക് വെല്ലുവിളിക്കുക. എന്താ ഇപ്പൊ CPM നേതാക്കന്മാര് വാർത്താ സമ്മേളനം നടത്താത്തത്? ചാനൽ ചർച്ചകളിൽ എന്താ CPM നേതാക്കന്മാര് വരാത്തത്? പഞ്ചായത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ആളുകൾക്ക് അവരുടെ പരിധിക്കകത്ത് വരുന്ന പുഴകൾ നവീകരിക്കണം എന്ന ആഗ്രഹം തന്നെയാണ്. പക്ഷെ അവരാരും ഒരു തനി മണലിന് അവരാരും ഈ കളത്തിന് കൂട്ടു നിൽക്കുന്നവരല്ല. ഇപ്പൊ പഞ്ചായത്തിന്റെ കളക്ടർ അവസാനത്തെ ഉത്തരവ് പ്രകാരം എന്താണ്? പഞ്ചായത്ത് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ മേൽനോട്ടത്തിൽ ഇത് ശേഖരിച്ച് താലൂക്ക് തലത്തിൽ ഏൽപ്പിച്ച് പിന്നീട് ജില്ലാ ഭരണാധികാരികൾ എങ്ങനെ ഡിസ്പോസ് ചെയ്യുമെന്ന് തീരുമാനിക്കുന്നതിലേക്ക് വന്നു. അതിനെയാണ് ശ്രീകണ്ഠപുരം നഗരസഭയും 53 പഞ്ചായത്തും ഉൾപ്പെടെ സ്വാഗതം ചെയ്ത് ആ പ്രവൃത്തി ഈ നേരത്തെ പറഞ്ഞ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ആ പ്രവൃത്തി മുന്നോട്ട് പോകുന്നുണ്ട്. വലിയ തട്ടിപ്പ് ഇവിടെ ആസൂത്രണം ചെയ്തു. ആ തട്ടിപ്പ് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. ഇതിനേക്കാൾ കണ്ണൂർ ജില്ല ചെറിയൊരു ഏരിയയാണ്. കണ്ണൂർ ഇപ്പൊ മണൽ ശ്രീകണ്ഠപുരത്തോ പായത്തോ ഉണ്ടാവുള്ളൂ. കൊട്ടിയിലേക്ക് വന്നാൽ മണലില്ല. അവിടെ പുഴ നവീകരിക്കാൻ ഇവർ വന്നില്ലല്ലോ. കണിച്ചാറിലേക്ക് വന്നാൽ മണലില്ല. അവിടെ കല്ലാ ഉള്ളത്. അവിടെ നവീകരിക്കാൻ വന്നില്ലല്ലോ. കേരളത്തേക്ക് വന്നാൽ മണലില്ല. അവിടെ കല്ലാ ഉള്ളത്. അവിടെ നവീകരിക്കാൻ വന്നില്ലല്ലോ. അപ്പൊ പുഴ നവീകരണത്തിന്റെ മറവിൽ നടന്ന വ്യാപകമായ മണക്കൊള്ളയാണ് ഇവിടെ കൈയോടെ പിടിക്കപ്പെട്ടത്. അത് പിടിക്കപ്പെട്ടപ്പോൾ പ്രതികൾ കൂടി രക്ഷപ്പെട്ടിരിക്കുന്നു. ഗോവിന്ദ മാഷിനും ക്ലയാൻ സെറാമിക്സിനും ഈ വർക്ക് വേണ്ട. വെള്ളാപ്പള്ളിക്ക് ഈ വർക്ക് വേണ്ട. കാരണം എന്താണ്? ഈ കൊള്ളയ്ക്ക് വിലങ്ങ് വന്നു. കൊള്ള തടഞ്ഞു. അതാണ് വിഷയം.
ഈ ദേവികയുടെ മരണത്തില് നിങ്ങൾ വലിയൊരു പ്രതിഷേധം നടത്തി കണ്ടില്ലല്ലോ. ഇപ്പൊ ഇത് കോൺഗ്രസ് ഭരിക്കുന്ന സമയത്താണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ഇല്ല, ഞങ്ങളിപ്പോ KSU യൂത്ത് കോൺഗ്രസിന്റെ നല്ല ഇത്രയും സമരം ചെയ്യാൻ സ്കോപ്പ് ഉണ്ട്. ഇവിടെ ഒരു വിഭജന റാലി നടത്താൻ നല്ല സ്കോപ്പ് ഉണ്ട്. പത്രസമ്മേളനം നടത്തുക, പ്രതിഷേധിക്കുക. ലോക്ക്ഡൌൺ നോക്കുമ്പോൾ നമുക്ക് അത്രയും മാർഗമുള്ളൂ. അതിനടുത്തൊക്കെ ചെയ്യാൻ പറ്റുന്നത് എല്ലാം എന്നിട്ടും KSU കാരുടെ എല്ലാ സ്ഥലത്തും അറസ്റ്റൊക്കെ ഉണ്ടായില്ലേ. ഒട്ടുമിക്ക DD ഓഫീസിലും പ്രശ്നങ്ങളുണ്ടായി. 10-ാം തീയതി ആഹ്വാനം ചെയ്ത DCC തലത്തിൽ ഓഫീസിന്റെ വെച്ചിട്ടുണ്ട്. പരിപാടിയൊക്കെ ഉണ്ട്. അങ്ങനെ ഇത് ഒന്നൊന്നും അല്ലല്ലോ വിഷയം. ഇതിങ്ങനെ വിഷയത്തിന് പുറകെ വിഷയം വരില്ലേ. ഏതെങ്കിലും കാലം ഇത്രയേറെ വിവാദമായ പ്രശ്നങ്ങളുണ്ടായ സമയം ഉണ്ടായിട്ടുണ്ട്. അതും ഈ ഒരു കാലഘട്ടത്തിൽ ഒറ്റക്കെട്ടായി ഒരു മനസ്സായി കേരളം പോകേണ്ട ഒരു കാലഘട്ടത്തിലല്ലേ വിവാദങ്ങൾ. നേരത്തെ പഞ്ചായത്തിന്റെ ചോദിച്ചപ്പോ ഈ പഞ്ചായത്തിന്റെ ആളുകൾക്ക് ഇതൊരു വലിയ ബേർഡനാണ്. ഈ പൊടി അല്ലെങ്കിൽ ഈ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ അത് ആര് വന്ന് നീക്കം ചെയ്യാൻ പറ്റുന്നു സ്വാതന്ത്ര്യം. പക്ഷെ ഇതിന്റെ പുറകിലുള്ള കാണാൻ ചെല്ല അവർ കാണുന്നില്ലല്ലോ. അവര് വരുമ്പോ ഇതിന്റെ എഗ്രിമെന്റ് നോക്കിയിട്ടാണോ നോക്കുന്നത്? അന്നല്ലോ കൊടുത്തിരിക്കുന്നു പൂഴി നീക്കാൻ വേണ്ടി ഇന്ത്യ ആളുകൾക്ക്. അതിന്റെ കണ്ടീഷൻസ് എന്താണ്? ഏത് പഞ്ചായത്ത് അന്വേഷിക്കാൻ പോകുന്നത് അത് പിന്നീട് സബ് കളക്ടറുടെ 1-5 ഓർഡറാണ്. നദികളിൽ നിന്ന് നീക്കം ചെയ്യേണ്ട ചെളി മറ്റ് അവശിഷ്ടങ്ങൾ തിട്ടപ്പെടുത്തുന്ന പ്രവൃത്തി സബ് കളക്ടർ ചെയർമാനായി, തഹസിൽദാർ കൺവീനറായും, പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് സെക്രട്ടറി, മുനിസിപ്പൽ സെക്രട്ടറി, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇറിഗേഷൻ, പഞ്ചായത്ത് എഞ്ചിനീയർ എന്നിവരുൾപ്പെട്ട കമ്മിറ്റി തീരുമാനപ്രകാരമുള്ള സ്ഥലത്തും വ്യാപ്തിയിലും മാത്രമേ നടത്താൻ പാടുള്ളൂ. ഇത് പഞ്ചായത്തുകൾക്ക് ഈ ഓർഡർ സർക്കുലേറ്റ് ചെയ്തിട്ടില്ല. പഞ്ചായത്തുകളിൽ യോഗം ചേർന്നില്ല. താലൂക്കിൽ നിന്ന് കളക്ടറേറ്റിൽ നിന്ന് വിളിച്ചിട്ട് നിങ്ങളെ പട നവീകരിക്കാൻ നാളെ ആള് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവർ വെൽക്കം ചെയ്യും. ഞാൻ ഉദ്ഘാടനത്തിന് സമ്മതിച്ചു. കള്ളി വെളിച്ചത്ത് മനസ്സിലായപ്പോൾ ഉദ്ഘാടനത്തിന് തീരുമാനിക്കുക. അതാണ് സ്ഥിതി. പഞ്ചായത്തുകളുടെ അവസ്ഥ അതാണ്. അവരെയൊക്കെ മുൾമുനയിൽ നിർത്തിയിട്ടാണ് ഈ കൊള്ളയ്ക്ക് കളവൊരുക്കിയത്. അല്ല, ഈ അന്ന് ഈ പരീക്ഷകളൊക്കെ സുഗമമായി കഴിഞ്ഞു. മുഖ്യമന്ത്രിക്ക് വട്ടാണെന്ന് പറയുകയും ചെയ്തു. അതുമായി ബന്ധപ്പെട്ട് ഞാൻ പരീക്ഷ നടക്കൂല എന്നൊന്നുമല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ സ്ഥായിയായ അല്ലെങ്കിൽ സ്ഥിരബുദ്ധിക്ക് നിരക്കാത്ത അഭിപ്രായങ്ങൾ 3. ഒന്ന് പറഞ്ഞു പരീക്ഷ നടത്തില്ല, പിന്നെ ആദ്യം പറഞ്ഞു നടത്തും, പിന്നെ പറഞ്ഞു നടത്തില്ല, പിന്നെ പറഞ്ഞു വീണ്ടും പറഞ്ഞു നടത്തും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ ഏറ്റവും വലിയ വിവരക്കേട് എന്താണെന്ന് വെച്ചാൽ 7 മാസന്മാർ കുട്ടികളെ കൊണ്ടുവരുന്നതാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത് വെട്ടാണെന്ന്. 7 മാസന്മാർക്ക് ഈ എല്ലാ സ്കൂളിലെയും ഈ പരീക്ഷ എഴുതുന്ന കുട്ടികളെ കൊണ്ടുവരാൻ അവർക്ക് സാധിക്കും. ഇറ്റ്സ് ഇറ്റ് പോസിബിൾ. നാട്ടുകാരാണ് ബസ് കൊടുത്തത്. ഞാൻ കൊടുത്തു 3 ബസ്. എന്റെ മണ്ഡലത്തിൽ തൊട്ടട ഹൈസ്കൂളും ചാല സ്കൂളിലേക്കുള്ള ബസ് ഞാനാ കൊടുത്തത്. പിന്നെ രക്ഷിതാക്കൾ, വാഹനയുടെ രക്ഷിതാക്കളൊക്കെ പരിസരത്തെ കുട്ടികളെയും കൂട്ടിയാ പോയത്. നാട്ടുകാരാണ് ആ പരീക്ഷ നടത്തിയത്. ഇവരെ മിടുക്കൊണ്ടൊന്നുമല്ല. അല്ലെ കുട്ടികളെങ്കിലും സ്കൂളിൽ പോവുക. അപ്പൊ അത് വലിയ ആനക്കാര്യം പോലെ ഇങ്ങനെ ഇങ്ങനെ കുറച്ച് ചിത്രപഥം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞതും ഇവർ പറഞ്ഞതും രണ്ടാ. എക്സാമിനേഷൻ നടക്കില്ല എന്ന അർത്ഥത്തിലല്ല ഇയാൾക്ക് വട്ടാന്ന് പറഞ്ഞത്. മറിച്ച് ഇത് നടത്താൻ പറഞ്ഞ പ്രായോഗിക വഴിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് വട്ടാണ്. ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി പറയുമോ കുട്ടികളെല്ലാം 7 മാസം കൊണ്ടുവരേണ്ടതെന്ന്? 7 മാസം ബസ് വെച്ച് കുട്ടികളെ കൊണ്ടുവരണം എന്ന് ഏതെങ്കിലും മുഖ്യമന്ത്രി പറയുമോ? എത്ര 7 മാസം കുട്ടികളെ കൊണ്ടാതിന്റെ പരീക്ഷ നടത്തിയത്? മുഴുവൻ നാട്ടുകാരും സാമൂഹ്യ സംഘടനകളും യുവജന പ്രസ്ഥാനങ്ങളുമാണ്. ഇടക്കാലൊക്കെ വന്നത് KSUവിന്റെ കുട്ടികൾ തന്നെ പൊടികുത്തിയിട്ടാണ് വണ്ടിയിൽ കുട്ടികളെ കൊണ്ടുവരുന്നത്. മുളപ്പരം കാണുന്നത് പോലെ തന്നെയാണ്. ഞാൻ പറഞ്ഞതും ഈ പറയുന്ന ആക്ഷേപിക്കുന്നതും രണ്ടും എനിക്ക് ബന്ധമില്ല. പക്ഷെ ആ പ്രതിസന്ധി സമയത്ത് അങ്ങനെ തീരുമാനിച്ചിട്ട് അത് വിജയകരമായി നടപ്പാക്കാൻ പറ്റിയില്ല സർക്കാരിന്. പറ്റിയെങ്കിൽ ഞാൻ ചോദിക്കുന്നത് അതിനൊക്കെ ഒരു പ്ലാൻ വേണം. ഇതൊരു ഗവൺമെന്റ് അല്ലേ? ഇത് അപ്പക്കുഞ്ഞിന്റെ ചായ കച്ചവടം. നിങ്ങൾ ഈ കുട്ടികളെ സ്കൂളിൽ എത്തിക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ ആലോചിച്ച് ചർച്ച ചെയ്ത് അതിനൊരു പരിഹാര മാർഗം നിർദ്ദേശിച്ചല്ലേ പരീക്ഷ പ്രഖ്യാപിക്കലും പരീക്ഷ നടത്തലും. കൊച്ചുമക്കളല്ലേ, എങ്ങനെ എത്തും എന്ന് പറഞ്ഞു. എങ്ങനെ എത്തും? അങ്ങനെയെങ്കിലും അങ്ങ് എത്തിക്കോളും. ഇപ്പൊ ഓൺലൈൻ എന്ന് പറയുന്നത് ഒരു വലിയൊരു വിവരക്കണല്ലേ. ഈ 2 ലക്ഷം കുട്ടികൾക്ക് പഠിക്കണ്ടേ? അവരെ പിന്നെ അർമ്മശാലയെ കൊണ്ടുപോയിട്ട് എന്ത് സർക്കാരാണെന്ന് ആരുടെ ഇവർക്ക് പ്രതിബദ്ധത?
ഒരു വിഷയം, ഒരു പ്രാദേശികമായ ഒരു വിഷയം, അത് MP ഇടപെട്ട ഒരു വിഷയം എന്നുള്ള രീതിയിൽ ഈ കണ്ണൂർ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ഈ അധികാര കൈമാറ്റം ലീഗും കോൺഗ്രസും തമ്മിലുള്ള ആ പ്രശ്നം, അതിൽ രാജിവെക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ സുമാ ബാലകൃഷ്ണൻ മേയർ സ്ഥാനം? സംശയം എന്താ? എന്ന് ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് നടക്കുന്നു അന്ന് അത് റിസൾട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സുമാ ബാലകൃഷ്ണൻ റെസിഗ്നേഷൻ ലെറ്റർ കൈമാറും. 12-ാം തീയതിയാണ്. 12-ാം തീയതി രാജ്യം 12-ന് ഡെപ്യൂട്ടി മേയർ വന്നാൽ അത് കൈമാറും. അല്ലാതെ ആരെ പറഞ്ഞേൽപ്പിച്ചിട്ടാ പോണ്ടത്? ആരെ പറഞ്ഞേൽപ്പിച്ചിട്ടാ പോണ്ടത്? പിന്നെ ഞങ്ങളുടെ ഭാഗത്ത് ഒരു കൺഫ്യൂഷനും ഇല്ല. ഇവിടെ ഇലക്ഷൻ കമ്മീഷനാണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതും തീരുമാനിക്കുന്നതും. ഒരു 8 തവണയെങ്കിലും ഞാൻ ഭാസ്കരനെ വിളിച്ചിട്ടുണ്ട് ഡേറ്റ് നിശ്ചയിക്കാൻ. ഈ നിശ്ചയിച്ചതും എന്റെ പ്രഷറിന്റെ ഫലമായിട്ട്. ഞങ്ങൾക്ക് ഞങ്ങളും ലീഗും തമ്മിൽ ധാരണയുണ്ട്. ആ ധാരണ പ്രകാരം ലീഗിനാണ് ഭരണം. ഇപ്പോ ഇങ്ങനൊരു അസാധാരണ നടപടി സാഹചര്യം വന്നുകൊണ്ടാണ് ഈ കൈമാറ്റം നീണ്ടുപോയി. അത് ലീഗിനോട് നമുക്ക് ദുഃഖവും പ്രയാസവും ഒക്കെയുണ്ട്. പക്ഷെ വേറെ മാർഗമില്ല. നമ്മൾ പറഞ്ഞ 2 കൂട്ടരും 2 പാർട്ടി നേതാക്കന്മാരും ചർച്ച ചെയ്യുമ്പോൾ വേറെ പരിഹാര മാർഗമില്ല. പിന്നെ ആരെങ്കിലും കയ്യിൽ ഭരണം കൊടുത്തു പോയാൽ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന സമയമാണ്. എന്തെങ്കിലും കാട്ടിക്കൂട്ടിയാൽ തിരുത്താൻ ചുറ്റും സമയമില്ല. ഇനി ആകെ 2 മാസമേ ഉള്ളൂ. അപ്പൊ പുതിയൊരു മേയർ വന്നിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകും? അല്ല, പ്രയോജനം ഇല്ലെങ്കിൽ പോലും ദോഷം ഉണ്ടാവുന്നുണ്ടോ? എക്സ്പീരിയൻസ്ഡ് ആയ ഒരു ഡെപ്യൂട്ടി മേയർ വരുന്നുണ്ടല്ലോ, PK രാഗേഷ് തന്നെ. അത് പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, രാഗേഷ് തന്നെയാണ് മത്സരിക്കുന്നത്. ഞങ്ങളുടെ സ്ഥാനാർത്ഥി രാഗേഷ് തന്നെയാണ് മത്സരിക്കുന്നത്. ഈ മണൽക്കടത്തിൽ ഇപ്പം തന്നെ ഒരു വലിയൊരു ഇഷ്യൂ ആകാൻ കാരണം CPI എതിർക്കുന്നുണ്ടാണ്. ഒന്നുമില്ല. CPI എന്തെതിർത്തു? CPM ശബ്ദം കേട്ടോ? കാനല്ലേ പാർട്ടി സെക്രട്ടറി പ്രതികരിക്കാനുള്ള ആണുങ്ങൾ CPI ഭരിച്ച ഒരു കാലഘട്ടമുണ്ട്. അന്ന് ആണുങ്ങളെ പോലെ പ്രതികരിച്ചിട്ടുണ്ട്. ഇന്ന് ഒരു നേതൃത്വം, അങ്ങനെ ഒരു നേതൃത്വം ആ പാർട്ടിക്ക് ഇല്ലാത്തതിൽ നമുക്കൊക്കെ ദുഃഖമുണ്ട്. കാരണം CPI ഒരു തരത്തിലും വിമർശിക്കുന്നവരല്ല നമ്മളൊന്നും. ഇവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന മാർഗത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നവരാണ്. നമ്മൾ അവരെ ബഹുമാനിക്കുന്നു. അവരെ ഭാഗത്ത് നിന്ന് ഈ ഒരു അപാകത അല്ലെങ്കിൽ ഈ കഴിവുകേട് അല്ലെങ്കിൽ ഈ ഒരു നേതൃത്വപരമായ ഒരു കഴിവല്ല, നേതൃത്വപരമായ നേതാക്കന്മാരുടെ പ്രതികരണമില്ലായ്മ, ഇനീഷ്യേറ്റീവ് ഇല്ലായ്മ ജനാധിപത്യ സംവിധാനത്തെ ദുർബലപ്പെടുത്തും. അതിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. അതുകൊണ്ട് കാനൻ രാജേന്ദ്രൻ പ്രതികരിക്കണം, CPI ഒന്നടങ്കം പ്രതികരിക്കണം. സ്വന്തം മന്ത്രി പോലും അറിയാതെയാണ് മന്ത്രിയുടെ വകുപ്പിൽ കൂടി ഈ കൊള്ളയടിക്കാൻ വേണ്ടി അവസരം ഉണ്ടാക്കിയത് എന്ന് ഓർക്കണം. അഭിമാന ബോധമുള്ള ഒരു CPI കാരനുണ്ടെങ്കിൽ ഈ കേരളത്തിൽ അതിനെതിരെ പ്രതികരിക്കും. അവസരം തന്നതിന് നന്ദി.